മലയാള മനോരമ കേരള അസംബ്ലി ഇലക്ഷൻ്റെ ഒരു ഒപ്പീനിയൻ പോൾ നടത്തി. ഈ ഒപ്പീനിയൻ പോളിൽ ഓരോ മുന്നണികൾക്കും എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ള സർവേ അല്ല അവർ നടത്തിയത്. ആരാണ് അടുത്ത കേരള മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള സർവേയാണ് അവർ നടത്തിയത്. ഈ സർവേയിൽ കണ്ടെത്തിയ കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നത് എത്ര വലിയ വിജയമാണ് UDF കേരളത്തിൽ നേടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ സർവേയുടെ വിവരങ്ങൾ നമുക്ക് വിശദമായി അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരള അസംബ്ലി ഇലക്ഷൻ്റെ പോൾ ട്രാക്കർ നടത്തിയ സർവേയുടെ റിസൾട്ട് 2 ആഴ്ച മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. ആ സർവേയിൽ കണ്ടെത്തിയത് UDFന് 89 മുതൽ 96 വരെ സീറ്റും LDFന് 43 മുതൽ 49 വരെ സീറ്റും NDAയ്ക്ക് 0 മുതൽ 2 വരെ സീറ്റും മറ്റുള്ളവർക്ക് 0 സീറ്റുകളും ലഭിക്കും എന്നായിരുന്നു. ആ സർവേ അനുസരിച്ച് ഓരോ മുന്നണികൾക്കും ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനം UDFന് 44 മുതൽ 46 വരെ, LDFന് 37 മുതൽ 40 വരെ, NDAയ്ക്ക് 14 മുതൽ 15% വരെ എന്നിങ്ങനെയായിരുന്നു. അതായത് UDFന് LDFനേക്കാൾ മിനിമം 6% കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നും അത് പരമാവധി 9% വരെ കൂടുതൽ ആവാം എന്നുമായിരുന്നു പോൾ ട്രാക്കറിന്റെ ഈ സർവേ കണ്ടെത്തിയത്. മനോരമയുടെ ഈ സർവേയിലെ ചോദ്യം അടുത്ത കേരള മുഖ്യമന്ത്രി ആരാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. ആ സർവേ കണ്ടെത്തിയ അതിശയിപ്പിക്കുന്ന ഫലം ഇതാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞത് 30.62% പേർ, VD സതീശൻ എന്ന് പറഞ്ഞത് 27.78% പേർ, ശശി തരൂർ എന്ന് പറഞ്ഞത് 26.39% പേർ, KK ശൈലജ എന്ന് പറഞ്ഞത് 10.8% പേർ, P രാജീവ് എന്ന് പറഞ്ഞവർ 4.41% പേർ. ഇവരുടെ ഈ സർവേയിൽ LDFൽ നിന്നും UDFൽ നിന്നും ഉള്ളവരെ മാത്രമാണ് പരിഗണിച്ചത്. NDAയ്ക്ക് ഭരണം കിട്ടാൻ പോയിട്ട് ഒരു സീറ്റെങ്കിലും കിട്ടുമോ എന്ന് സംശയമായതിനാൽ ആവണം അവർ LDFന്റെയും UDFന്റെയും നേതാക്കളെ മാത്രം ഈ സർവേയിൽ ഉൾപ്പെടുത്തിയത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേർ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് പറഞ്ഞത്. അതിനാൽ കേരളത്തിൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് പിണറായി വിജയൻ ആണെന്നും ഏറ്റവും ജനപിന്തുണയുള്ള മുന്നണി LDF ആണെന്നും ഒരു പ്രതീതി തോന്നിപ്പിക്കും. എന്നാൽ ഈ സർവേയിലുള്ള ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന ശതമാനക്കണക്കുകൾ മുന്നണി അടിസ്ഥാനത്തിൽ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കുന്ന നമ്പറാണ് കേരളത്തിലെ ജനമനസ്സ് എങ്ങനെയാണ് എന്ന് വ്യക്തമായി കാണിക്കുന്നത്. CPMൽ നിന്നുള്ള ഈ സർവേയിൽ ഉൾപ്പെട്ട 3 പേരുടെയും ശതമാനങ്ങൾ കൂടുമ്പോൾ ലഭിക്കുന്നത് 45.83%. അതായത് ഇടതുപക്ഷത്തുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞവരുടെ മൊത്തം ശതമാനം 45.83 മാത്രമാണ്. എന്നാൽ UDFൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ഉള്ള ആൾ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞവരുടെ ശതമാനങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ലഭിക്കുന്നത് 54.17% ആണ്. അതായത് ഏതാണ്ട് 46% താഴെ ആളുകൾ മാത്രം LDFൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞപ്പോൾ UDFൽ നിന്നുള്ള ആൾ മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞവർ 54% അധികമാണ്. UDFന് വോട്ട് ചെയ്യുന്നവർ ആയിരിക്കുമല്ലോ UDFൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 54% അധികം ആളുകളും UDFൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി ആവണം എന്നാണ് പറഞ്ഞത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. LDFൽ നിന്നുള്ള ആൾ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞത് 46% താഴെ ആളുകൾ മാത്രം. അതായത് LDFനേക്കാൾ UDFന് 8%-ലധികം മുൻതൂക്കമുണ്ട് എന്നാണ് ഈ സർവേ വളരെ വ്യക്തമായി കാണിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ LDFനേക്കാൾ 8.34% ആളുകൾ UDFനെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സർവേയിൽ പങ്കെടുത്ത NDAയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ അഭിപ്രായം ഒരുപക്ഷെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അവർക്ക് ഒരു 12 മുതൽ 15 വരെ ശതമാനം വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 2 പ്രധാന മുന്നണികളും തമ്മിൽ എത്ര ശതമാനത്തോളം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ട് എന്ന് ഇത് വ്യക്തമായി കാണിക്കുകയാണ്. LDFന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞത് 8% വോട്ടുകൾ UDFന് അധികമായി ലഭിക്കും എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. പോൾ ട്രാക്കറിന്റെ സർവേ ഫലവുമായി കൃത്യമായി മാച്ച് ചെയ്യുന്നതാണ് ഈ റിസൾട്ട്. കാരണം അവരുടെ സർവേ പ്രകാരം UDFന് LDFനേക്കാൾ 6 മുതൽ 9% വരെ വോട്ടുകൾ കൂടുതൽ ലഭിക്കുമെന്നാണ് കണ്ടെത്തിയിരുന്നത്.
ഈ സർവേയിൽ പങ്കെടുത്തത് 6799 പേരാണ്. അതിൽ 2082 പേർ പിണറായി വിജയനെ പിന്തുണച്ചപ്പോൾ 1889 പേർ വി ഡി സതീശനെയും 1794 പേർ ശശി തരൂരിനെയുമാണ് പിന്തുണച്ചത്. ഈ സർവേ കാണിക്കുന്ന മറ്റൊരു കാര്യം ശശി തരൂർ മുഖ്യമന്ത്രിയാവണം എന്ന് പറയുന്നവരുടെ ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ട് എന്നാണ്. ഇവർ ഈ സർവേ നടത്തുന്നത് ഫെബ്രുവരി 11 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ്. അതായത് വളരെ പുതിയ സർവേയാണ് ഇത്. ശശി തരൂരിന്റെ പിന്തുണ വർദ്ധിക്കാനുള്ള കാരണം ഈ അടുത്ത കാലത്ത് ശശി തരൂർ മുക്കാൽ സംഖ്യയിൽ നിന്നും 75% കോൺഗ്രസുകാരനായി മാറി എന്നുള്ളതാണ്. കാരണം പോൾ ട്രാക്കർ നടത്തിയ സർവേയിൽ ഏതാണ്ട് 12% പേരുടെ മാത്രം പിന്തുണയായിരുന്നു ശശി തരൂരിന് ഉണ്ടായിരുന്നത്. അതുപോലെ ഇവരുടെ ഈ സർവേയിൽ മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതിലാണ് യഥാർത്ഥ വിവരം അടങ്ങിയിരിക്കുന്നത്. അതിൽ 28.5% പേർ വി ഡി സതീശനാണ് മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത്. സിറ്റിംഗ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് മികച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞവർ വെറും 19% പേർ മാത്രമാണ്. ശശി തരൂർ എന്ന് പറഞ്ഞവർ 12%. വി ഡി സതീശന്റെ റേറ്റിംഗ് കുതിച്ചുയർന്നു എന്നാണ് ഇവരുടെ ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. എന്നാൽ പിണറായി വിജയന്റെ ആകട്ടെ പതിയെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, എപ്പോഴും അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്ന് ഉള്ള ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ശതമാനം പേർ ഏതാണ്ട് എല്ലാ സർവേകളിലും പറയുന്നത് സിറ്റിംഗ് മുഖ്യമന്ത്രിയുടെ പേരാണ്. അങ്ങനെയുള്ള അവസരത്തിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനേക്കാൾ വെറും 3% പേർ മാത്രമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന്റെ യഥാർത്ഥ ജനപിന്തുണയാണ് കാണിക്കുന്നത്. കേരളത്തിലെ മറ്റ് ജനങ്ങൾക്ക് മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ ഉള്ളവർക്കും പിണറായി വിജയനിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഈ സർവേ വ്യക്തമായി കാണിക്കുകയാണ്. എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു മുഖ്യമന്ത്രി ഇല്ലാത്തതിനാൽ, നിലവിൽ ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഒന്നിലധികം ആളുകൾക്ക് പിന്തുണ ലഭിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. CPM-നുള്ളിലും LDF-നുള്ളിലും പിണറായിയെക്കുറിച്ച് വളരെ അതൃപ്തിയുള്ള വളരെയധികം ആളുകൾ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് 15%-ലധികം ആളുകളും പിണറായി അല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞത് കാണിക്കുന്നത്. ഈ സർവേയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി വസ്തുനിഷ്ഠാപരമായി പറയാം. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-ന് കനത്ത വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇത്രയും വലിയ അന്തരം രണ്ട് മുന്നണികളും തമ്മിൽ ഉണ്ടെങ്കിൽ UDF-ന് 100 സീറ്റിൽ അധികം നേടാനും LDF-ന്റെ സീറ്റുകൾ 40-ൽ താഴെയാവാനുമുള്ള എല്ലാ ലക്ഷണവുമാണ് കാണുന്നത്. ഏറ്റവും കുറഞ്ഞത് 90 സീറ്റുകളെങ്കിലും UDF-ന് ലഭിക്കാൻ തന്നെയാണ് എല്ലാ സാധ്യതയും എന്നാണ് പുറത്തു വന്ന എല്ലാ സർവേകളും അതിലുപരിയായി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുള്ള പൊതുവികാരവും കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?